നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. വയനാടിന്റെ കണ്ണീരൊപ്പാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ നാഷണൽ സർവീസ് സ്കീം 150 വീടുകൾ പണിത് നൽകുമെന്ന് മന്ത്രി ആർ ബിന്ദു. വെള്ളപ്പൊക്ക ദുരിതം അനുഭവിച്ച കുടുംബങ്ങൾക്ക് പാണഞ്ചേരി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സഹായം. പുത്തൂർ പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം 4 ദിവസത്തിനു ശേഷം കണ്ടെത്തി. ദേശീയപാത മണ്ണുത്തിയിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണുത്തി പോലീസും ചേർന്ന് പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. വയനാടിന്റെ കണ്ണീരൊപ്പാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ നാഷണൽ സർവീസ് സ്കീം 150 വീടുകൾ പണിതു നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വന്തമായി വീടില്ലാത്ത നിർധന സഹപാഠികൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി സേവന മേഖലയിൽ പുതുമാതൃക സൃഷ്ടിക്കുമെന്നും ബാക്ക് ടു സ്കൂൾ കോളേജിന്റെ ഭാഗമായി ദുരന്ത മേഖലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങളും നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. നാഷണൽ സർവീസ് സ്കീം വയനാട്ടിലെ ദുരിതബാധിത മേഖലയിലെ പ്രയാസങ്ങൾ നേരിടുന്ന ജനതയുമായി കൈകോർത്തുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രകൃതിക്ഷോഭം നിമിത്തം പാർപ്പിടം നഷ്ടപ്പെട്ട 150 കുടുംബങ്ങൾക്ക് NSSന്റെ ആഭിമുഖ്യത്തിൽ വീട് പണിത് നൽകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന പുനരധിവാസ പരിശ്രമങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് NSS ഇപ്രകാരം 150 വീടുകൾ പണിത് നൽകുക. കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള അനുഭവങ്ങളിൽ ഒന്നാണ് വയനാട്ടിൽ സംഭവിച്ചത്. നിലവിൽ വീടില്ലാത്ത സഹപാഠികൾക്ക് വീട് പണിതു കൊടുക്കുന്ന സ്നേഹവീടുകളുടെ നിർമ്മാണം NSS ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ 150 പാർപ്പിടം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അത് പണിത് നൽകും. നാഷണൽ സർവീസ് സ്കീമിന്റെ വിവിധ സെല്ലുകൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് 150 വീടുകൾ പണിത് നൽകുക. കാലിക്കറ്റ് സർവകലാശാല, MG സർവകലാശാല, കണ്ണൂർ സർവകലാശാല, കേരള സർവകലാശാല, സാങ്കേതിക സർവകലാശാല, ആരോഗ്യ സർവകലാശാല, ശ്രീശങ്കര സംസ്കൃത സർവകലാശാല എന്നിവിടങ്ങളിലെയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ്, ITI തുടങ്ങിയവയിലെയും NSS സെല്ലുകളുടെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രവർത്തനം ഏറ്റെടുക്കുക. NSS യൂണിറ്റുകളിലെ വോളണ്ടിയർമാരും NSSന്റെ പ്രോഗ്രാം കോർഡിനേറ്റർമാരും മുൻ പ്രോഗ്രാം കോർഡിനേറ്റർമാരും സംസ്ഥാന ഓഫീസർമാരും മുൻ സംസ്ഥാന ഓഫീസർമാരുമെല്ലാം ഈ സ്നേഹ ദൗത്യത്തിൽ പങ്കാളികളാകും. ദുരന്തം സംഭവിച്ച ദിവസം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സന്നദ്ധ സേനകളായ NSSനോടും NCCയോടും ദുരന്ത മുഖത്ത് അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടിരുന്നു. അത് നല്ല നിലയിൽ ഈ 2 സേനകളും ഏറ്റെടുത്തു. കർക്കിടക വാവിനോടനുബന്ധിച്ച് പുത്തൻകാട് മൂത്താരുകുന്ന് ശ്രീ മൂത്താര് ഭഗവതി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. രാവിലെ 5 മുതൽ ബലിതർപ്പണം, ഗണപതി ഹോമം, തിലഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നീ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി സലേഷ്, കീഴ്ശാന്തിമാരായ ആകാശ്, ഋഷികേശ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം രക്ഷാധികാരി ബിജി കള്ളാടത്തിൽ, പ്രസിഡന്റ് സെനീഷ് പുല്ലാനിക്കൽ, സെക്രട്ടറി കൃഷ്ണകുമാർ കോപ്പായിൽ, ട്രഷറർ നിതിൻ വെളിയത്തുപറമ്പിൽ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ബലിതർപ്പണത്തിൽ നിന്ന് കിട്ടിയ മുഴുവൻ വരുമാനവും വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിലേക്ക് സഹായമായി നൽകുമെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 11 ഞായറാഴ്ച ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും അന്നദാനവും ഉണ്ടായിരിക്കും.
വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിച്ച വിവിധ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് സഹായവുമായി പാണഞ്ചേരി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങിയതോടെ ശുചീകരണ പ്രവർത്തനങ്ങളും ശുദ്ധജല വിതരണവും നടത്തി. പാണഞ്ചേരി പഞ്ചായത്ത് പരിധിയിൽ നിരവധി ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയത്. വിലങ്ങന്നൂർ ദർശനയിൽ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പിലേക്ക് ആവശ്യമായ പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ സമാഹരിച്ച് നൽകിയിരുന്നു. യൂത്ത് കോൺഗ്രസ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലുണ്ടാകുമെന്നും സഹായം ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാമെന്നും മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് പറഞ്ഞു. കോൺഗ്രസ് ജില്ലാ നിർവ്വഹണ സമിതി അംഗം KC അഭിലാഷ്, മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, പഞ്ചായത്ത് അംഗം സുശീല രാജൻ, റെജി പാണംകുടിയിൽ, ഷൈജു കുര്യൻ, CS ശ്രീജു, ബ്ലെസൻ വർഗീസ്, KM പൗലോസ്, ജിസൻ സണ്ണി എന്നിവർ നേതൃത്വം നൽകി. പുത്തൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. 4 ദിവസത്തിനു ശേഷമാണ് ലഭിച്ചത്. പുത്തൂർ കൈനൂർ സ്വദേശി കാരാട്ടുപറമ്പിൽ തിലകന്റെ മകൻ 24 വയസ്സുള്ള അഖിലിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. NDRFും ഫയർഫോഴ്സും നടത്തിയ പരിശോധനയിലാണ് പുത്തൂർ പുഴയിലെ കോലത്ത് കടവിൽ മരച്ചില്ലയിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 30-നാണ് അഖിൽ കൈനൂരിലെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ വെള്ളക്കെട്ടിൽ ഒഴുക്കിൽപ്പെട്ടത്. തൃശൂരിലെ ബൈക്ക് ഷോറൂം ജീവനക്കാരനായ യുവാവ് വീടിന് സമീപം വെള്ളം കയറിയതറിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടത്തിൽപ്പെട്ടത്. പുത്തൂർ കൈനൂർ റോഡിലൂടെ പോകുമ്പോൾ ശക്തമായ കുത്തൊഴുക്കിൽപ്പെടുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതോടെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും കുത്തൊഴുക്ക് പ്രതിസന്ധിയായി. ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 4 ദിവസം തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായില്ല. റവന്യൂ വകുപ്പ് മന്ത്രി K രാജന്റെ നിർദ്ദേശപ്രകാരമാണ് NDRFും ഫയർഫോഴ്സ് സ്കൂബ ടീമും ശനിയാഴ്ച രാവിലെ മുതൽ വീണ്ടും തിരച്ചിൽ നടത്തി മൃതദേഹം കണ്ടെത്തിയത്. മന്ത്രി K രാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോസഫ് രാജറ്റ്, KV സജു, പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാത മണ്ണുത്തിയിൽ പോലീസിന്റെ വൻ ലഹരിവേട്ട. ലക്ഷങ്ങൾ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മണ്ണുത്തി വെട്ടിക്കലിൽ നിന്നാണ് ലോറിയിൽ കടത്താൻ ശ്രമിച്ച പുകയില ഉൽപ്പന്നങ്ങൾ മണ്ണുത്തി പോലീസും തൃശൂർ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. മംഗലാപുരത്തു നിന്നും എറണാകുളത്തേക്ക് കടത്തുകയായിരുന്നു ലഹരി വസ്തുക്കൾ. ലോറിയിൽ 10ഓളം വരുന്ന ചാക്കുകളിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയിരുന്നത്. സംഭവത്തിൽ ലോറി ഡ്രൈവർ കാസർഗോഡ് സ്വദേശി 37 വയസ്സുള്ള ഹനീഫ്, ഇയാളുടെ പിതാവ് 69 വയസ്സുള്ള യൂസഫ് എന്നിവർ പിടിയിലായി. മറ്റൊരാൾ കൂടി പിടിയിലായിട്ടുണ്ട്. ലഹരി കടത്തുന്ന വാഹനത്തിന് കൈകാണിച്ച് കയറിയതാണെന്നും പറയുന്നു. പിടികൂടിയ ലോറിയിൽ നിന്ന് 2.5 ലക്ഷം രൂപ വില വരുന്ന 5500 പാക്കറ്റ് ഹാൻസും ലക്ഷങ്ങൾ വില വരുന്ന മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നതായി പോലീസ് അറിയിച്ചു. മണ്ണുത്തി സ്റ്റേഷൻ ഓഫീസർ ഷമീർ, SI ജയപ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ലഹരി ഉൽപ്പന്നങ്ങൾ കടത്താൻ ഉപയോഗിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഴ ശക്തി കുറഞ്ഞതോടെ പ്രളയഭീതി ഒഴിഞ്ഞു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിൽ വെള്ളം കയറിയ വീടുകളിലെ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. ശക്തമായ മഴയിൽ പുത്തൂർ പഞ്ചായത്തിലെ മണലിപ്പുഴയുടെ തീരപ്രദേശങ്ങളിലാണ് വലിയ തോതിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. വെള്ളം കയറിയ വീടുകളുടെ എണ്ണം കൃത്യമായി ലഭിക്കുവാൻ ഇനിയും ദിവസങ്ങൾ എടുക്കേണ്ടി വരും. അത്രമാത്രം നാശനഷ്ടങ്ങളാണ് പഞ്ചായത്ത് പരിധിയിൽ സംഭവിച്ചത്. വീടുകളിൽ വെള്ളം കയറി ശുചിയാക്കുവാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗൻവാടി ജീവനക്കാർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ കക്ഷി സംഘടനകൾ, യുവജനങ്ങൾ എന്നിങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് നടത്തിവരുന്നത്. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് കോർഡിനേഷൻ ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും പലരും വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങിയെന്നും വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തു നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 29-ാം തീയതി മുതൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മരത്താകര, കൈനൂർ പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് 2018-ലുണ്ടായ പ്രളയത്തിനേക്കാൾ കൂടുതൽ വെള്ളം ഈ പ്രദേശങ്ങളിലേക്ക് ഈ 2024-ലെ ഉണ്ടായ പ്രളയത്തിൽ കയറിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നാട്ടുകാരുടെയും അതുപോലെ തന്നെ മറ്റു സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക്
ആർക്കും പരിക്കില്ലാതെ അവരുടെ ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 ക്യാമ്പുകൾ നമ്മൾ 30-ആം തീയതി തന്നെ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആ പ്രദേശങ്ങളിലെ ജനങ്ങളെ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് വളരെ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. വെള്ളം കയറുന്നതിന് ഒരു പീച്ചിൽ നിന്ന് 28 സെൻറ്റിമീറ്റർ ഉയർത്തി എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ അനൗൺസ്മെൻറ്റ് വിടുകയും അവിടെയൊക്കെ അറിയിപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായി കുറേയേറെ പേര് ബന്ധുവീടുകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും കുറേ പേര് വീടുകളിലുണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ക്യാമ്പുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അല്ലാത്ത ആളുകൾ വെള്ളം കയറിയതിന് ശേഷം ടോറസും മറ്റു വാഹനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആളുകളെ വീടുകളിൽ നിന്ന് മാറ്റി. തുടർന്ന് നമുക്ക് 3 ക്യാമ്പുകളാണ് അടിയന്തരമായിട്ട് ആരംഭിച്ചത്. ഒന്ന് പുത്തൂർ LP സ്കൂളിലും മരത്താകര സെൻറ്റ് ജോസ് LP സ്കൂളിലുമാണ് ആദ്യഘട്ടത്തിൽ തുടങ്ങിയത്. അതിനോടൊപ്പം തന്നെ കൈനൂരിൽ ഉൾപ്പെട്ട കുറേ പേര് കൈനൂരിലെ അമ്പലം ഹാളിലാണ് അവർ ക്യാമ്പ് ആരംഭിച്ചത്. അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഹാളിലാണ് അവർ പാർത്തത്. അവിടെ നമുക്ക് 168 പേരോളം അന്ന് ക്യാമ്പിലുണ്ടായിരുന്നു. പുത്തൂർ ക്യാമ്പിൽ 133 അംഗങ്ങളുണ്ട്. അതുപോലെ മരത്താകര ക്യാമ്പിലാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകളുള്ളത്. അവിടെ 600-ൽ പരം ആളുകൾ നമുക്ക് ക്യാമ്പിൽ ഉണ്ടായിരുന്നു. മരത്താകരയിലെ പുഴമ്പള്ളം വാർഡ് 18, 17, 18, 19 വാർഡുകളിലെ ആളുകളാണ് ആ ക്യാമ്പുകളിൽ ഉള്ളത്. അതുപോലെ 23-ൽ 30-ആം തീയതി വൈകിട്ടാകുമ്പോഴേക്കും വാർഡ് 23-ൽ എളന്തിരുത്തി പ്രദേശത്തും വെള്ളം കയറിയതിനെ തുടർന്ന് അവിടെ നിന്നും ആളുകൾ അങ്ങോട്ട് മാറ്റേണ്ടി വന്നു. അങ്ങനെ 620ഓളം പേര് 30, 31 തീയതികളിലൊക്കെ ആയിട്ട് നമ്മുടെ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ഒരു 10ഓളം വീടുകൾ ഇപ്പോൾ വീടുകളിലേക്ക് മാറാവുന്ന ഒരു കണ്ടീഷനിൽ പോയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിലുണ്ട്. ഈ ക്യാമ്പുകളിലുള്ള ആളുകളുടെ വീടുകളിലൊക്കെ ഈ പ്രളയം ബാധിച്ച വീടുകളിലെ വീട് ശുചീകരണ പ്രവർത്തനത്തിന് പഞ്ചായത്തിലെ വിവിധ മേഖലയിലുള്ള, അതായത് തൊഴിലുറപ്പ്, ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കേഴ്സ്, ഹെൽപ്പർമാർ, അതുപോലെ തന്നെ പഞ്ചായത്തിലെ ജീവനക്കാർ, മറ്റു എല്ലാ സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സഹകരണത്തോടു കൂടി അവരുടെ യുവജന സംഘടനകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീടുകൾ ശുചീകരിക്കാൻ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. കൈനൂർ ചിറയിൽ മരക്കഷ്ണങ്ങളും ചണ്ടിയും ഫൈബർ ബോട്ടിന്റെ ഭാഗങ്ങളും തടഞ്ഞിരുന്ന് ഒഴുക്ക് തടസ്സപ്പെട്ടത് അഗ്നിശമന സേനയും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ നീക്കം ചെയ്തു. തൃശൂരിൽ നിന്ന് എത്തിയ ഒരു യൂണിറ്റ് അഗ്നിരക്ഷാസേന ടീം, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, റവന്യൂ വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ VJ ബെന്നി, ശ്യാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജനപ്രതിനിധികളായ EN സീതാലക്ഷ്മി, PK അഭിലാഷ്, TS ബിജു, ER പ്രദീപ്, പുത്തൂർ പഞ്ചായത്ത് അംഗം PB സുരേന്ദ്രൻ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനത്തിലാണ് തടസ്സങ്ങൾ നീക്കം ചെയ്തത്. നടത്തറ പഞ്ചായത്ത് പരിധിയിൽ വെള്ളം കയറിയത് 150-ൽ പരം വീടുകളിലേക്ക്. ദുരിതാശ്വാസ ക്യാമ്പിൽ മാത്രം എത്തിയത് 250ഓളം പേർ. കനത്ത മഴയും പീച്ചിയിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടതുമാണ് നടത്തറ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാകുവാൻ കാരണമായത്. പഞ്ചായത്ത് പരിധിയിലെ മൂർക്കനിക്കര, മുളയം, ചേരിപ്പറമ്പ്, ഇരവിമംഗലം, പുഞ്ചിരിപ്പാടം, പോലൂക്കര, ചവറാമ്പാടം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വെള്ളം കയറിയത്. ഈ പ്രദേശങ്ങളിൽ നിന്നായി 250-ൽ പരം ആളുകളെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. കൂടാതെ ബന്ധുവീടുകളിലേക്കും മറ്റും മാറിയവർ വേറെയുമുണ്ട്. മഴ ശക്തി കുറഞ്ഞതോടെ എല്ലാ സ്ഥലത്തും വെള്ളം ഇറങ്ങിത്തുടങ്ങി. പലരും വീടുകളിലേക്ക് തിരികെ എത്തിത്തുടങ്ങി. ഓരോ വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. നടത്തറ പഞ്ചായത്ത് ഓഫീസിലുൾപ്പെടെ വെള്ളം കയറി നാശനഷ്ടങ്ങളുണ്ടായി. ഇതെല്ലാം തന്നെ ജീവനക്കാരുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വൃത്തിയാക്കൽ പണികൾ നടത്തുകയാണ്. കൂടാതെ വാർഡ് തലത്തിലും ശുചീകരണ പ്രവൃത്തികൾ നടത്തിവരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് പറഞ്ഞു. മണലിപ്പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയർന്നതിനെ തുടർന്ന് നടത്തറ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. 3 ക്യാമ്പുകളിലായി 250ഓളം വരുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നിരവധി വീടുകളുടെ മതിലുകളും ബാത്റൂമുകളും വീട്ടുപകരണങ്ങളും ഒക്കെ റോഡിലൂടെ ഒഴുകി നടക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. 3-4 വീടുകൾ ഇടിഞ്ഞ് വീണിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലടക്കം
വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. വെള്ളം കയറിയ മുഴുവൻ വീടുകളിലേക്കും ക്ലോറിനേഷനുള്ള സൗകര്യങ്ങൾ ആശാപ്രവർത്തകർ വഴി ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കം നിരവധി പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ തിരുവനന്തപുരം സെന്ററിൽ അടുത്ത മാസം തുടങ്ങുന്ന വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. തിയറിയും പ്രാക്ടിക്കലും ഉൾപ്പെടെ 6 മാസമാണ് കാലാവധി. 30 പേർക്ക് പ്രവേശനം. നൂതന സോഫ്റ്റ്വെയറുകളിൽ പരിശീലനം നൽകും. കോഴ്സിന്റെ ഭാഗമായി പ്രായോഗിക പരിശീലനമുണ്ട്. സർക്കാർ അംഗീകാരമുള്ള കോഴ്സിന് 34,500 രൂപയാണ് ഫീസ്. അവസാന തീയതി 2024 ഓഗസ്റ്റ് 15 അപേക്ഷ സ്വീകരിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9400048282. പ്രളയം 19 പേരുടെ ജീവൻ അപഹരിച്ച കുറാഞ്ചേരി മലയിൽ മണ്ണിടിഞ്ഞു. വനഭൂമിയിലെ 1.5 സെന്റോളം സ്ഥലത്താണ് സംഭവം. 2018 19 പേരുടെ ജീവൻ പൊലിഞ്ഞ, നാട് മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ പ്രദേശത്താണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് 4 മണ്ണിടിച്ചിൽ കണ്ടെത്തിയത്. സംസ്ഥാന പാതയിലൂടെ സഞ്ചരിച്ച വഴിയാത്രികരാണ് ഉയരയിടത്തിലെ സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മണ്ണിടിച്ചിൽ നടന്നതായി സ്ഥിരീകരിച്ചു. നിലവിൽ ആശങ്കയ്ക്ക് വകയില്ലെന്ന് വ്യക്തമാക്കിയ വനപാലകർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് അറിയിച്ചു. ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. ജിയോളജി വകുപ്പ് വിശദ പരിശോധന നടത്തും. 2018 ഓഗസ്റ്റ് 16 പുലർച്ചെയാണ് നാടിനെ നടുക്കിയ ദുരന്തം നടന്നത്. സ്വാതന്ത്ര്യദിനാഘോഷം കഴിഞ്ഞ് നാടുണർന്നത് പ്രളയത്തിൽ സർവസ്വവും നഷ്ടപ്പെട്ടും ജീവനുകൾ നഷ്ടപ്പെട്ട ദുരന്ത വാർത്തയുമായാണ്. ഉരുൾപൊട്ടി മണ്ണും ചെളിയും അവശിഷ്ടങ്ങളും ആർത്തട്ടഹസിച്ച് പാഞ്ഞെത്തി. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ കവർന്നു. 5 വീടുകൾ പൂർണ്ണമായി തകർന്നു. നിരവധി വാഹനങ്ങൾ അന്ന് മണ്ണിനടിയിൽ അകപ്പെട്ടു. മലയാകെ ഇടിഞ്ഞുവന്ന് സംസ്ഥാന പാതയും റെയിൽപാളം വരെയും എത്തി. അതിജീവന പോരാട്ടത്തിന് ജനകീയ കൂട്ടായ്മ ആധുനിക കുറാഞ്ചേരിക്ക് രൂപം കൊടുത്ത നാടിനാണ് ഈ മണ്ണിടിച്ചിൽ പേടി സ്വപ്നമായി മാറുന്നത്.
ഞാനിവിടെ നിൽക്കുന്നത് കുറാഞ്ചേരിയിലാണ്. കഴിഞ്ഞ 2018 19 പേരാണ് ഉരുൾപൊട്ടലിൽ ഇവിടെ മരണപ്പെട്ടത്. ഇവിടെ കുറച്ച് ആൾക്കാർ നമ്മളെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് നോക്കിയപ്പോൾ കുറാഞ്ചേരി ആ മലമുകളിൽ കുറച്ച് മണ്ണിടിഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ വന്ന് സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ എടുക്കണം, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. ഡിവൈഎഫ്ഐ സ്നേഹഭവനത്തിന് 9ാം ക്ലാസ്സുകാരന്റെ കൈത്താങ്ങ്. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന് വേണ്ടി തന്റെ കുടുക്കയിലെ നിക്ഷേപം നൽകി തൃശൂർ സെന്റ് തോമസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും കൃഷ്ണാപുരം ബാലസംഘം യൂണിറ്റ് പ്രസിഡന്റുമായ മുഹമ്മദ് സിയാദ്. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് കുടുക്ക ഏറ്റുവാങ്ങി. ഡിവൈഎഫ്ഐ മണ്ണുത്തി ബ്ലോക്ക് പ്രസിഡന്റ് നിബിൻ ശ്രീനിവാസൻ, മണ്ണുത്തി മേഖലാ ഭാരവാഹികളായ അജിൽ ചാക്കോ, റിമൽ റോണി, സജിത് NS, CPM പ്രവർത്തകരായ PV ഗിരീഷ് കുമാർ, സുരേഷ് കുറ്റിയിൽ, രമേശ് PK, അഷ്റഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂർ ജില്ലയിൽ കാളത്തോട് കൃഷ്ണാപുരം പ്രദേശത്തെ പണിക്കശ്ശേരി വീട്ടിൽ നജ്മുദ്ദീൻ സാജിദ ദമ്പതികളുടെ മകനാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ 10 സെന്റ് സ്ഥലം നൽകാൻ സന്നദ്ധരായി ദമ്പതികൾ. റിട്ടയേർഡ് സ്കൂൾ അധ്യാപികയായ ഷാജിമോളും ഭർത്താവ് ആന്റണിയുമാണ് സ്ഥലം നൽകാനുള്ള സാക്ഷ്യപത്രം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജന് കൈമാറിയത്. മാടക്കത്ര വില്ലേജിൽ വാരിക്കുളം എന്ന സ്ഥലത്ത് ഷാജിമോളുടെ പേരിലുള്ള 10 സെന്റ് കരഭൂമിയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ നൽകുന്നത്. വേലൂർ ചിറ്റിലപ്പള്ളി വീട്ടിലാണ് കൃഷിക്കാരനായ ആന്റണിയും ഷാജിമോളും താമസിക്കുന്നത്. MBBSന് പഠിക്കുന്ന ഡാവിഡ്, MSc അഗ്രികൾച്ചറിന് പഠിക്കുന്ന ജോൺ എന്നിവർ മക്കളാണ്. ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിനു കീഴിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പ്രായപരിധി 2024 ജനുവരി 1-ന് 18-നും 44-നും മധ്യേ. നിയമനം ലഭിക്കുന്നവർ സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048029600400. കുറാഞ്ചേരി മലയിൽ മണ്ണിടിഞ്ഞ സ്ഥലം ജിയോളജി വകുപ്പ് സന്ദർശിച്ചു. ആശങ്കയ്ക്ക് വകയില്ലെങ്കിലും ജാഗ്രത പുലർത്തേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് 4-ഓടെയാണ് മണ്ണിടിച്ചിൽ നടന്നതായി സംസ്ഥാന പാതയിലൂടെ സഞ്ചരിച്ച വഴിയാത്രക്കാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. 2018 19 പേരുടെ ജീവൻ അപഹരിച്ച ദുരന്ത സ്ഥലത്തിന് മുകൾ ഭാഗത്ത് 150 മീറ്റർ അകലെ വനഭൂമിയിലാണ് ഇടിഞ്ഞത്. 2018 മണ്ണിടിച്ചിലിൽ പാർശ്വപാളികൾ ശക്തമായ മഴയിൽ താഴേക്ക് ഉണങ്ങിക്കരിഞ്ഞ മരത്തോടൊപ്പം താഴേക്ക് നിരങ്ങി വന്നിരുന്നു. ഒഴുകിയെത്തുന്ന വെള്ളത്തിന് കലക്കലില്ലാത്തത് തീവ്രതയുടെ ആക്കം കുറയ്ക്കുമെന്ന് പറയുന്നു. 19 പേരുടെ ജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിൽ സദാസമയവും ജാഗ്രത പുലർത്തുന്നതായി ജനപ്രതിനിധികൾ പറഞ്ഞു. ദുരന്താനുഭവം വിസ്മരിക്കാതെ ശക്തമായ മഴയ്ക്ക് മുന്നോടിയായി സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സമീപത്തുള്ളവരെ പാർലക്കാട് ദുരിതാശ്വാസ ക്യാമ്പിലും പാർപ്പിച്ചു. ശക്തമായ മഴയിൽ വെള്ളം തളം കെട്ടി ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഇല്ലാതെ വരുമ്പോഴാണ് ഉരുൾപൊട്ടലിന് സാധ്യതയേറുമ്പോൾ മുന്നോടിയായി റീബിൽഡ് കേരളയുടെ ഭാഗമായി മലയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളത്തെ മറ്റു ദിശകളിലേക്ക് ഒഴുകാൻ നീർച്ചാലുകളും നിർമ്മിച്ചു. ഇടതടവില്ലാതെ ശക്തമായ മഴ പെയ്താൽ നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. 2018 ഉരുൾപൊട്ടലിൽ സർവസ്വവും തകർന്ന് തരിപ്പണമായ സാഹചര്യത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെ ആധുനിക കുറാഞ്ചേരിയാക്കി മാറ്റിയ ഇടം വീണ്ടും ആശങ്ക ജനിപ്പിക്കും വിധം മണ്ണിടിച്ചിൽ സാഹചര്യം സൂക്ഷ്മ നിരീക്ഷണമാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ഭരണചക്രം തിരിക്കുന്നവരും നടത്തുന്നത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, ജില്ലാ ജിയോളജിസ്റ്റ് S. സൂരജ്, മച്ചാട് ഡെപ്യൂട്ടി റേഞ്ചർ V. വിനോദ്, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CV മുഹമ്മദ് ബഷീർ, ജമീല B തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇത് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ്. 200-250 മീറ്റർ അപ്പുറത്തായിട്ടാണ് ഇടിഞ്ഞിട്ടുണ്ട്. അത് നടിയിലൂടെ വരുന്ന വെള്ളം തെളിഞ്ഞ വെള്ളമാണ്, ഒരു വെള്ളമാണ്. മഴ നന്നായി പെയ്യുമ്പോൾ എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പം ആശങ്കയ്ക്ക് വന്നില്ല. റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് കാന കെട്ടി ഈ ഉറുവെള്ളം കൃത്യമായി വിടുന്നതിനാവശ്യമായ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ജനപ്രതിനിധികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ, മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, പൊതുവിൽ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും മറ്റെല്ലാവരും നിരന്തരമായി കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
പാളി. അതിനകത്ത് വെച്ചാൽ നേരത്തെ മണ്ണ് ഇളകി കിടക്കുന്ന ലാൻഡ് സ്ലൈഡ് നടന്നതിന് ശേഷമുള്ള ഇളകി കിടക്കുന്ന സ്ഥലത്ത് വളർന്നു വന്നിട്ടുള്ള പാഴ്മരം ചിലപ്പോൾ ഈ ശക്തിയായ മഴയിൽ ഒന്ന് തെന്നിയതാവാം. ആ തെന്നിയതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രദേശം, ഏതാണ്ട് ഒരു 3/4 സെൻറ്റ് സ്ഥലം, അവിടെയാണ് ഈ മണ്ണ് മാറിക്കെടുക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഒട്ടും ആശങ്കയ്ക്ക് ഇടയില്ലാത്ത ഒരു സംഗതിയാണ് ഇത്. ആളുകൾ ഇപ്പം ഞങ്ങൾ നേരത്തെ ഇത് ശ്രദ്ധയിൽപ്പെട്ട സമയത്തും നേരത്തെ ഇത്തരത്തിൽ ഇവിടെ നിന്നുള്ള ആളുകളെ മുഴുവൻ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പാർലിക്കാട് സ്കൂളിനകത്ത് ഇപ്പോൾ ഈ പ്രദേശത്തെ കുടുംബങ്ങളെല്ലാം ക്യാമ്പിലാണ്. അത് അന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് വേറെ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. തുടർന്നും വാർത്തകളിലേക്ക്. നടത്തറ പഞ്ചായത്ത് പരിധിയിൽ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. ശക്തമായ മഴയും പീച്ചിയിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. നടത്തറ പഞ്ചായത്തിലെ മൂർക്കനിക്കര പ്രദേശത്തെ കടകളിലാണ് വ്യാപകമായി നഷ്ടമുണ്ടായത്. പലർക്കും കടകളിലെ സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടായതെന്ന് വ്യാപാരികൾ പറഞ്ഞു. തുണിക്കടകൾ, പലചരക്കു കടകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് കൂടുതൽ നാശനഷ്ടം. കൂടാതെ പ്രിന്ററുകൾ, കമ്പ്യൂട്ടറുകൾ, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്നിവയും വെള്ളം കയറി നശിച്ചു. ഇതിനെല്ലാം നഷ്ടപരിഹാരം ലഭിക്കുവാൻ സർക്കാർ സംവിധാനം തയ്യാറാകണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഈ മഴവെള്ളക്കെടുതിയിൽ ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കടകളിലെ പലചരക്ക് സാധനങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട വേറെ കടകൾ, ഓഫീസുകൾ, കമ്പ്യൂട്ടറുകൾ, ഒരുപാട് ഐറ്റംസ് കേടുവന്നത്. കടക്കാർക്ക് ഏകദേശം ഒരു 10-30,000 രൂപ മേലോട്ട് ഒരുപാട് നഷ്ടം വന്നിട്ടുള്ള ഒരു പ്രളയമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല. എങ്കിലും നമ്മുടെ നഷ്ടങ്ങൾ പറയാണെന്നിലൂടെ ഞങ്ങൾക്ക് വ്യാപാരികൾക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞ 2018-19 കൂടുതൽ വെള്ളമാണ് ഇപ്രാവശ്യം കയറിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കൂടുതൽ. ശരിക്കും വെച്ചാൽ പീച്ചി വെള്ളം വിട്ടത് കഴിഞ്ഞ പ്രാവശ്യം വിട്ടത് 56 ഇഞ്ചാണ്. ഇപ്രാവശ്യം 70 ഇഞ്ചാണ്ട് വിട്ടു. 24 മണിക്കൂറുള്ളിൽ. ഞങ്ങൾക്ക് പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റിയില്ല. മുന്നറിയിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് ഇത്ര അധികം വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാം? എവിടേക്ക് പോവാ? ആകെ പ്രശ്നമാണ്. വെള്ളം തകട് കൂടിയേക്ക് ഇനിയൊന്നും പറയില്ല ഞങ്ങൾക്ക് ഇതിന് മേലെ. എന്നിട്ട് പറയാ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്കറിയാം. ഇത്തരത്തിൽ വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ച സ്ഥാപനങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞാൽ മാത്രമേ പല കടകളുടെയും പ്രവർത്തനം സാധാ നിലയിലേക്ക് എത്തിക്കുവാൻ കഴിയൂ. അധികാരികളുടെ ഈ ഉത്തരവാദിത്തമില്ലായ്മ കാരണം കൊണ്ട് ഞങ്ങളെപ്പോലുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥാപനത്തിനും ഭയങ്കര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല, ഒരു കണക്കില്ലാണ്ടാണ് അവർ വിട്ടത്. കുറച്ച് മുമ്പ്
കുറേശ്ശെ തുറന്നു വിടുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിപ്പോൾ തോന്നിയ മാതിരി വിട്ടു, ഒരു അറിയിപ്പിലുണ്ട്. ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പൊക്കെ കുറേശ്ശെ വിടുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതേമാതിരി 72 അങ്ങോട്ട് ഇഞ്ച് വിട്ടു എന്ന് പറയുന്നുണ്ട്. 2018 ഇത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ വിവരമില്ലാത്ത കുറേ ആൾക്കാർ ഉദ്യോഗസ്ഥന്മാർ കയറി നിന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടായത്. 2 ആഴ്ചത്തെ കച്ചവടം പോവും, ആകെ ചളിയും ആകെ വൃത്തികേടായിട്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല, കണ്ടമാനം നഷ്ടം വന്നിട്ടുണ്ട്. ഇപ്പോൾ ആരെ തരുന്നതിൻ്റെ ഉത്തരവാദിത്വം ആരായിട്ടെടുക്കുക? പിന്നെ ഇപ്പം അന്വേഷണ കമ്മീഷൻ വെച്ചെന്ന് പറയുന്നുണ്ട്. എന്ത് കാര്യം എന്നാ പറഞ്ഞാൽ ഇതിനൊക്കെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം ആര് തരും? ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല. വെള്ളം ഉണ്ട്. പീച്ചി അണക്കെട്ടിൽ നിന്നും ക്രമാതീതമായി വെള്ളം തുറന്നുവിട്ട് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിൽ ജനങ്ങളും ജനപ്രതിനിധികളും കടുത്ത അമർഷത്തിലാണ്. പീച്ചി അണക്കെട്ടിൽ നിന്നും തുറന്നുവിട്ട വെള്ളം കോർപ്പറേഷന്റെ 10-ലധികം ഡിവിഷനുകളിലും പുറത്തും പുത്തൂർ, നടത്തറ, പാണഞ്ചേരി, മാടക്കത്തറ, നെന്മണിക്കര, തൃക്കൂർ പഞ്ചായത്തുകളിലെ പല പ്രദേശങ്ങളിലും വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. പലർക്കും വീടുപേക്ഷിച്ച് ബന്ധുവീടുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും പോകേണ്ടി വന്നു. എന്തിനധികം വിയൂർ, പെരിങ്ങാവ്, ചേറൂർ പ്രദേശങ്ങളിൽ വരെ വെള്ളം വ്യാപകമായി നാശം വിതച്ചു. ചരിത്രത്തിലാദ്യമായി പീച്ചി അണക്കെട്ടിന്റെ ഷട്ടറുകൾ 72 ഇഞ്ച് വരെ തുറന്ന് വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് വാദിക്കുന്നവർ നിരവധിയാണ്. തർക്കം മുറുകിയതോടെ വിഷയം സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുവാൻ ജില്ലാ കളക്ടർ സബ് കളക്ടറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം പറയാതെ വയ്യ. 2018 ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് വിട്ടത് കൃത്യസമയത്തായിരുന്നു. അന്ന് കാര്യങ്ങൾ ശരിയായി നടന്നതിൽ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അന്നത്തേക്കാൾ ഭയാനകമായ സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇറിഗേഷൻ വകുപ്പിൽ നിരവധി തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ ആരുമില്ല. പീച്ചി സബ് ഡിവിഷനിൽ ഇപ്പോഴും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ ആളില്ല. ആകെയുള്ള ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ മാത്രം. മഴക്കാലം മൂർച്ഛിക്കുമ്പോൾ ഡാം നിറയുമെന്ന് സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കി വെള്ളം ഘട്ടഘട്ടമായി പുറത്തുവിട്ട് ഡാമിന്റെയും ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണം. ഈ തീരുമാനമെടുക്കേണ്ടത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. എന്നാൽ ഇപ്പോൾ ഇതിനുള്ള അധികാരം കളക്ടർക്കാണ്. കേന്ദ്ര സർക്കാരിന്റെ റൂൾ കർവ് അടിസ്ഥാനമാക്കണമെന്ന ഉത്തരവ് പീച്ചിയിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മ്യൂസിയം ക്രോസ് ലൈനിലാണ്. ഇന്ന് മ്യൂസിയം ക്രോസ് ലൈൻ കുണ്ടുവാറ, ഗാന്ധിനഗർ, വൈലോപ്പള്ളി നഗർ, പൂങ്കുന്നത്തിൻ്റെ പല പ്രദേശങ്ങൾ, അയ്യന്തോളിൻ്റെ പല ഭാഗങ്ങളടക്കം ഇന്ന് വെള്ളത്തിൽ മുങ്ങുകയും ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കയറി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. ഇത് വരാൻ കാരണം പീച്ചി ഡാമിന്റെ മാനേജ്മെന്റിലെ പരാജയമാണ്. 27-ാം തീയതി പീച്ചി ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചു. അവിടുത്തെ അധിക വെള്ളം അവർ പമ്പോസിലേക്കാണ് വിട്ടത്. 27-ാം തീയതി തന്നെ സെൻട്രൽ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രസ് റിലീസിൽ പറഞ്ഞു കേരളത്തിൽ ഹെവി റെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് പീച്ചി ഡാം മാനേജ്മെന്റ് ചെയ്യുന്ന കലക്ടർ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത് ജൂലൈ മാസമാണ്. കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രളയമാണ് പല മേഖലകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 27-ാം തീയതി പവർ ഹൗസിലേക്ക് വെള്ളം വിടുമ്പോൾ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാമായിരുന്നു, തുറന്നില്ല. 28-ാം തീയതി തുറന്നില്ല. 29-ാം തീയതി ഇറിഗേഷൻ പീച്ചി ഡാം കൈകാര്യം ചെയ്യുന്ന ഇറിഗേഷൻ വകുപ്പ് കലക്ടറോട് 25 ഇഞ്ച് വെള്ളം തുറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തൃശൂർ കലക്ടർ പറഞ്ഞത് 12 ഇഞ്ച് തുറക്കാനാണ് പറഞ്ഞത്. അതും 29-ാം തീയതി രാത്രി 8:30-ക്കാണ് അങ്ങനെ അനുമതി കൊടുത്തത്. അങ്ങനെ 12 ഇഞ്ച് തുറന്നു. അതിനുശേഷം 30-ാം തീയതി പുലർച്ചെയാണ് 25 ഇഞ്ചും പിന്നെ അത് 30-ആക്കി, അത് 50-ആക്കി 71 ഇഞ്ച് വരെ വെള്ളം വിടുകയാണ് ചെയ്തത്. ഒരൊറ്റ ദിവസം കൊണ്ട് മഴ പെയ്യുകയും പീച്ചി ഡാമിൽ നിന്ന് സമാനത്തിൽ കൂടുതൽ വെള്ളം വരികയും ചെയ്തതോടുകൂടി ഈ തൃശ്ശൂരിന്റെ താഴ്ന്ന പ്രദേശങ്ങളും പീച്ചിയുടെ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങുകയുണ്ടായി. ഇത് അശാസ്ത്രീയമായ നടപടിയാണ്. ഡാം മാനേജ്മെന്റിൽ വന്ന പരാജയമാണ്. തൃശൂർ കലക്ടർക്ക് കുറച്ചെങ്കിലും വിദ്യാഭ്യാസവും വിവരമുണ്ടെങ്കിൽ അദ്ദേഹം ഡാം മാനേജ്മെന്റ് എന്താണെന്ന് പഠിക്കണം. ആ ഡാം മാനേജ്മെന്റ് എന്താണെന്ന് പഠിച്ചിട്ട് ഈ അധികാരികൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം. ഈ നാടിനെ വെള്ളത്തിൽ മുക്കാനല്ല നിങ്ങളുടെ അധികാരം ഉപയോഗിക്കേണ്ടത്. ഇവിടെ വരുന്ന മഴയെക്കുറിച്ച് സെൻട്രൽ മെട്രോളജിക്കൽ വകുപ്പിന്റെ പ്രസ് റിലീസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ജൂലൈ മാസത്തിൽ വലിയ മഴയാണ് ഉണ്ടാവുന്നത്. അതനുസരിച്ച് പീച്ചി ഡാം നേരത്തെ തുറന്ന് വെള്ളം ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ കാണുന്ന ദുരിതം ഈ നാട്ടുകാരെ അനുഭവിക്കേണ്ടി വരികയില്ല. ഇതിനെതിരെ ശക്തമായ പരാതി കൊടുക്കണം. ഈ നാട്ടുകാർക്കുണ്ടായ നഷ്ടപരിഹാരത്തിന് സർക്കാരാണ് ഉത്തരവാദി. സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും.
വയനാടിന്റെ കണ്ണീരൊപ്പാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ നാഷണൽ സർവീസ് സ്കീം 150 വീടുകൾ പണിത് നൽകുമെന്ന് മന്ത്രി ആർ ബിന്ദു. വെള്ളപ്പൊക്ക ദുരിതം അനുഭവിച്ച കുടുംബങ്ങൾക്ക് പാണഞ്ചേരി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സഹായം. പുത്തൂർ പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം 4 ദിവസത്തിനു ശേഷം കണ്ടെത്തി. ദേശീയപാത മണ്ണുത്തിയിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ലഹരി വിരുദ്ധ സ്ക്വാഡും മണ്ണുത്തി പോലീസും ചേർന്ന് പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.